Good morning, all of you. ഇന്ത്യൻ ആർമി നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ സ്വത്തിനും ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് തൻ്റെ ജീവനും സേവനവും നൽകി രാജ്യത്തെ സേവിക്കുന്ന വിഭാഗമാണ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തത് ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് ഇന്ത്യൻ ആർമിയെ വേൾഡിലെ നമ്പർ 1 ആർമിയായി മാറ്റുന്നു. റാങ്ക് കൊണ്ട് ഇന്ത്യൻ ആർമി 4th സ്റ്റേജിലാണ്. വേൾഡിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യൻ ആർമി ഉള്ളത്. ഒന്നാമത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, രണ്ടാമത്തത് റഷ്യ, മൂന്നാമത്തത് ചൈന, നാലാമത്തത് നമ്മളുടെ ഇന്ത്യൻ ആർമി. പക്ഷേ ആറ്റിറ്റ്യൂഡ് കൊണ്ട് വേൾഡിൽ ഫസ്റ്റിൽ നമ്മൾ നിൽക്കുന്നു ഇന്ത്യൻ ആർമി. പറഞ്ഞു വന്നത് ആറ്റിറ്റ്യൂഡ്, മനോഭാവം. അതുകൊണ്ട് നിൽക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടി അത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഇന്ത്യൻ ആർമി നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്തോട് വളരെ സ്നേഹവും കടപ്പാടുമുണ്ട്. ഇന്ത്യ നമ്മുടെ മഹാരാജ്യമാണ്. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. നമ്മുടെ രാജ്യസ്നേഹം വളരെ കൂടുതലാണ്. നമ്മുടെ ഫ്ലാഗ് കണ്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു ബിഗ് സല്യൂട്ട് കൊടുക്കും. അതേപോലെ തന്നെയാണ് ഇന്ത്യൻ ആർമിക്കും. ഞാൻ എപ്പോഴും ഹൃദയം കൊണ്ട് സല്യൂട്ട് ചെയ്യുന്ന, നേരിട്ട് കണ്ടാൽ സല്യൂട്ട് ചെയ്യുന്ന, സംസാരിക്കുന്ന വിഭാഗമാണ് ഇന്ത്യൻ ആർമി. അവർ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്നു, ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നു. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ ഉള്ളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന വിഭാഗമാണ് ഇന്ത്യൻ പോലീസ്. ഇന്ത്യൻ പോലീസിൽ കേരള പോലീസ് വളരെ സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്പെഷ്യാലിറ്റി ഉള്ള പോലീസ് ഫോഴ്സാണ് കേരള പോലീസ്. പീപ്പിൾ ഫ്രണ്ട്ലിയാണ് കേരള പോലീസ്. ജനമൈത്രി, പീപ്പിൾ ഫ്രണ്ട്ലി പോളിസിയാണ് കേരള പോലീസ് ഫോളോ ചെയ്യുന്നത്. കേരള പോലീസ് ഒരുപാട് മെഡലുകളൊക്കെ നമ്മുടെ രാഷ്ട്രപതികളിൽ നിന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ബെസ്റ്റ് ഫോഴ്സാണ് കേരള പോലീസ്. അത്തരത്തിലുള്ള ബെസ്റ്റ് ഫോഴ്സ് ആയിട്ടുള്ള കേരള പോലീസിൽ പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ 2019 ഒരു വീട്ടമ്മ ചെന്താമര എന്ന് പറയുന്ന ആളുടെ അന്ധവിശ്വാസത്തിൻ്റെ കാരണമായി കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം ചെന്താമര ജയിലിലായിരുന്നു. ഈ അടുത്ത കാലത്താണ് ചെന്താമരയ്ക്ക് ജാമ്യം കിട്ടിയത്. ആ ജാമ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്താമര അന്ധവിശ്വാസത്തിൻ്റെ കാരണം കൊണ്ട് മാത്രം ആ വീട്ടമ്മയുടെ ഭർത്താവിനോടും, കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ ഭർത്താവിനോടും അമ്മയോടും ആ കുടുംബത്തോട് മൊത്തം വൈരാഗ്യം വെച്ച് പുലർത്തുകയും അവരെ കൊല്ലുമെന്ന് വധഭീഷണി മുഴക്കുകയും ചെയ്തു. ആ വിവരം നെന്മാറ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരോട് അവർ വളരെ ഭംഗിയായിട്ട്, 2 പെമ്മക്കളാണ്, ആ പെമ്മക്കൾ വളരെ ഭംഗിയായിട്ട് പോയിട്ട് അച്ഛൻ ഇങ്ങനത്തെ വധഭീഷണിയുണ്ട് എന്ന് പലവട്ടം പറഞ്ഞു. അതുകൊണ്ട് ചെന്താമര അവിടെ അവസാനിപ്പിച്ചില്ല. ആ വധഭീഷണി പുഷ്പ എന്ന് പറയുന്ന അവിടുത്തെ അയൽവാസിയായിട്ടുള്ള അമ്മയോടും മറ്റു അയൽവാസികളോടും ഒക്കെ മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അത്തരത്തിൽ ബിഹേവ് ചെയ്യുന്ന ആളെ നെന്മാറ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ്. നമ്മുടെ ഇന്ത്യൻ ആർട്ടിക്കിളിൽ നമുക്കെല്ലാവർക്കും, ഇന്ത്യൻ പൗരന്മാർക്കെല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. ഒരു VVIP നമ്മുടെ ഇന്ത്യൻ കേരള റൂളേഴ്സിലുള്ള
ആരായാലും റൂളേഴ്സിൽ അവർക്ക് നമ്മൾ VIP ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സേനയാണ് കേരള പോലീസ്. അപ്പോൾ അത്തരത്തിൽ ഫോളോ ചെയ്യുന്ന രീതിയിൽ അറിയാവുന്ന നെന്മാറ പോലീസ് എന്തുകൊണ്ട് ഈ വധഭീഷണി മുഴക്കിയ ആ അച്ഛനും ആ അമ്മയ്ക്കും ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ എന്തുകൊണ്ട് മുൻകരുതലായിട്ട് ഈ ചെന്താമര എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തില്ല? ആ ചെന്താമര ഇത്തരത്തിൽ എന്താ പറയുക, അന്ധവിശ്വാസത്തിന് ഉടമയായിട്ടുള്ള ആള് ഒരുപാട് പണിക്കന്മാരെയും ജ്യോത്സ്യന്മാരെയൊക്കെ പോയി കാണാറുണ്ട്. എനിക്ക് ഒരു ജ്യോത്സ്യന്മാരെയും ഒരു പ്രശ്നവുമില്ല. എല്ലാവരും നല്ല നല്ല ജ്യോത്സ്യന്മാരെല്ലാം നല്ല നല്ല ജ്യോത്സ്യന്മാരാണ്. പക്ഷേ ഏതോ ഒരു ജ്യോത്സ്യനാണെന്ന് അറിയാൻ കഴിഞ്ഞു, ആരാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ആ ആള് ഒരു തെറ്റായിട്ടുള്ള ഒരു നീണ്ട മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബത്തിന് ദോഷമായി വന്നിരിക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് 2019 ആ വീട്ടമ്മയെ വളരെ ക്രൂരമായിട്ട് ഈ ചെന്താമര എന്ന് പറഞ്ഞ ആൾ വധിച്ചത്. അപ്പോൾ അത്തരത്തിൽ സമൂഹത്തിൽ റോങ് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തി മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നെന്മാറ പോലീസ് എന്തുകൊണ്ടാണ്, അതായത് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ കോടതിയുടെ റൂൾ ഉണ്ടായിരുന്നു, അതായത് നിർദ്ദേശമുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ പ്രദേശത്തേക്ക് നിങ്ങൾ പോകരുത്, ആ പരിസരവാസികളായിട്ട് അവർക്ക് നിങ്ങൾ ദ്രോഹം ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം ഈ ചെന്താമര എന്ന് പറഞ്ഞ ആൾക്ക് ജാമ്യം കൊടുത്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ നിലനിൽക്കെ ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് മാത്രം എന്തുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ല? അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഇനി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 2 ജീവൻ രക്ഷിക്കാമായിരുന്നു, 2 വിലപ്പെട്ട 2 ജീവൻ രക്ഷിക്കാമായിരുന്നു. അപ്പോൾ ഇതൊന്നും നെന്മാറ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഇനി പ്രിയപ്പെട്ട നെന്മാറ പോലീസ്, നിങ്ങൾക്ക് ഇന്നലെ രാത്രി വളരെ കഷ്ടപ്പെട്ട് ഈ ചെന്താമര എന്ന് പറയുന്ന ആളെ പിടികൂടാൻ സാധിച്ചു. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ആ 2 ജീവൻ രക്ഷിക്കാമായിരുന്നു, 2 മക്കൾ അനാഥമായി പോകില്ലായിരുന്നു. അത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ചെന്താമര എന്ന് പറയുന്ന ആ വ്യക്തിക്ക് നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം അതിൽ തരട്ടെ. നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി ശിക്ഷ ആ വ്യക്തിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. ആ വ്യക്തിയെ ഇനിയും ജാമ്യത്തിൽ വിടുകയാണെങ്കിൽ മറ്റുള്ള കൊലപാതകങ്ങൾക്കും കൂടി നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഒരു പക്ഷേ അല്ല, ചെന്താമര എന്ന് പറയുന്ന ആളുടെ മാനസിക നില അങ്ങനത്തെ മാനസിക നിലയാണ്. ചെന്താമര എന്ന് പറയുന്ന ഭാര്യയെയും മക്കളെയും മരുമകനെയും ഒക്കെ കൊല്ലാനായിട്ട് അദ്ദേഹത്തിന്, ചെന്താമര എന്ന് പറഞ്ഞ ആൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആളെ നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന്, നിയമത്തിൻ്റെ പരിരക്ഷയിൽ പരമാവധി ശിക്ഷ ഇനി വാങ്ങിക്കൊടുക്കാൻ നെന്മാറ പോലീസിന് സാധിക്കട്ടെ. നെന്മാറ പോലീസിൻ്റെ, നമ്മളൊക്കെ പോലീസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാനൊക്കെ വ്യക്തിപരമായിട്ട് പോലീസിന് ഒരുപാട് വിശ്വാസവും ഇഷ്ടവും ഉള്ള ഒരാളാണ്. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു പ്രൗഢി വീണ്ടെടുക്കാൻ നെന്മാറ പോലീസിന് സാധിക്കട്ടെ. നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഈ ചെന്താമര എന്ന് പറയുന്ന ആൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇതുപോലുള്ള എന്തെങ്കിലും ക്രൈമുകൾ മുന്നിൽ ആരെങ്കിലും ഏതെങ്കിലും സ്റ്റേഷനിലൊക്കെ റിപ്പോർട്ട് ചെയ്താൽ ഉടനടി കേരള പോലീസ് അതിനുള്ള ആക്ഷൻ എടുക്കുന്നതാണ്, എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പതിവ്. ദയവ് ചെയ്ത് ആ പതിവ് തെറ്റിക്കരുത്. ചെയ്യാതെ പോകുന്ന പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന വീഴ്ചയിൽ സംഭവിക്കുന്ന ജീവഹാനിക്ക് വളരെ ഗുരുതരമായ വീഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് എല്ലാവിധ നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിന്നുകൊണ്ട് ആ ചെന്താമര എന്ന് പറയുന്ന ആൾക്ക് വളരെ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ നെന്മാറ പോലീസ് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് മീ ഷിനു ഷേഖ് അബ്ദുൽ ഖാദർ.